രാഹുലേ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്? നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിന്റെ ഡീറ്റെയിൽ വീഡിയോ മഞ്ചാടി ഇടയ്ക്ക് ഒരു മഞ്ചാടി മരം ഉണ്ട് കേട്ടോ, വലിയൊരു മഞ്ചാടി മരം ഉണ്ട്, നിറയെ ചാട്, ഇഷ്ടം പോലെ മഞ്ചാടി കിടപ്പുണ്ട്. ഞങ്ങളത് ഇടയ്ക്ക് പെറുക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഫാമിന്റെ കാര്യമാണ്, ഫാമിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ രാഹുലാണ് ഈ ഫാമിന്റെ ഇൻചാർജ്. ഫാമിലെ കാര്യങ്ങളെല്ലാം ഇവിടെ സ്റ്റാഫുകളുണ്ട്, അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് രാഹുലാണ്. ഞാൻ തന്നെ, അതെ, എല്ലാം രാഹുൽ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോ പശു, കോഴി, താറാവ്, വാത്ത, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെല്ലാം ഞങ്ങളിങ്ങനെ കാണിക്കാന്ന് ഓർത്ത്. അതിന് മുന്നേ നമ്മൾ പറയണല്ലോ, നമ്മുടെ മാംഗോ മെഡോസിലുണ്ടല്ലോ, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മാംഗോ മെഡോസിൽ ഇവിടുത്തെ റോഡുകൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓരോ റോഡിനും ഓരോ പേരാണ്. കൃഷി, പ്രകൃതി, സംസ്കാരം, ഇങ്ങനെ ഈ 3 മേഖലകളിൽ സംഭാവന ചെയ്തിട്ടുള്ള മഹാന്മാരുടെ പേരുകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഡോക്ടർ സലീം അലി റോഡ്, അദ്ദേഹം ബേർഡ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ്. പിന്നെ എം എസ് സ്വാമിനാഥൻ റോഡ്, നോർമർ ബെർലിംഗ് റോഡ്. അപ്പൊ അങ്ങനെ പല റോഡുകളുണ്ട്. ഇപ്പൊ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫാം ഏരിയ ആയതുകൊണ്ട് ഡോക്ടർ വർഗീസ് കുര്യൻ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കാര്യം, ക്ഷീര വിപ്ലവം, അദ്ദേഹം മിൽക്ക്മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. മലയാളിയാണ്, പിതാവാണ്. നിനക്ക് PSC-യിലൊക്കെ പഠിക്കാനില്ലായിരുന്നു? അപ്പൊ നമ്മളിവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഡോക്ടർ വർഗീസ് കുര്യൻ റോഡ് എന്ന്. അദ്ദേഹത്തിന്റെ പേരും മിൽക്ക്മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയത്. എന്തിന്റെ കാര്യത്തില്? മിൽമയുടെ കാര്യത്തില്. അപ്പൊ ഇത് PSC-യുടെ ഒക്കെ വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1970-കളിലാണ് അപ്പൊ ക്ഷീരവിപ്ലവം നടന്നത്. അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ പശുക്കൾ ഉണ്ടെങ്കിലും നാടൻ പശുക്കളായിരുന്നു അല്ലെ, കുറവായിരിക്കും. 1, 2, 3 ലിറ്റർ പാലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്കത് കച്ചവടത്തിന് അല്ലെങ്കിൽ നമുക്കൊരു വരുമാന മാർഗമായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നില്ല. അപ്പൊ പാലൊക്കെ ഇറക്കുമതി ചെയ്യേണ്ടതായ അവസ്ഥകൾ വന്ന സമയത്താണ് അദ്ദേഹം അതിനായിട്ട് മുന്നിട്ടിറങ്ങുകയും അങ്ങനെ ഒരു ഓപ്പറേഷൻ ഫ്ലഡോ അങ്ങനെ ഒരു ഇതിൽ നിന്നും ഈ ഒരു നമ്മുടെ നാടിനെ, ഇന്ത്യയെ മൊത്തത്തില് പാലിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കി. കർഷകന്റെ ഉന്നമനം അങ്ങനെയാണ് സൊസൈറ്റികളൊക്കെ അല്ലെ, മിൽമ സൊസൈറ്റികളൊക്കെ അങ്ങനെയാണ് രൂപീകരിച്ചത്. അപ്പൊ അതിലൂടെ നമുക്ക് HF, ജേഴ്സി, അങ്ങനെ വിവിധ, നമുക്കിപ്പോ ഒരു നോർമലി ഇപ്പൊ ഒരു HFO ജേഴ്സിയോ നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ എത്ര ലിറ്റർ പാല് വരെ കിട്ടൂടാ? 15-20 വരെ കറക്കണ HFകളൊക്കെ ഉണ്ട്. നമുക്ക് അത്രയില്ല, എന്നാൽ ചെറിയ പശുക്കളാണ് നമ്മുടെ. അതായത് ചുരുങ്ങിയ പശുക്കളിൽ നിന്ന് പാലുൽപാദനം ഒരു പശു ഉള്ളെങ്കിലും പക്ഷെ പാലുൽപാദനം കൂടുതലായിരിക്കും. അതായത് നമ്മളൊരു വീട്ടിലെടുക്കുന്നതിന് പകരം ചിലപ്പോൾ അടുത്തുള്ള 10-15 വീടുകളിലേക്കുള്ള പാല് കൂടെ ഒരു സ്ഥലത്ത് ഒരു വരുമാന മാർഗമാകും. അതേപോലെ നമുക്ക് പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പാല് നാട്ടിൽ തന്നെ വിപണനം ചെയ്യാം, നമ്മുടെ വരുമാന മാർഗമാകും. അതായത് മറ്റൊരു രാജ്യത്തിന് ഇറക്കുമതി ചെയ്യാണ്ട് ഉൽപാദനം കൂട്ടുക. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനം നടത്തിയ ആളാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. അതിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു റോഡിന് ഈ ഒരു പേര് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ഫാമിലുള്ള ഓരോ കോഴികളെയും താറാവുകളെയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് പരിചയപ്പെട്ടു പോകാം. ആദ്യം നമുക്ക് എന്നാത്തിന് പരിചയപ്പെടണ്ടേ? ആദ്യം കാടയാ. നമ്മള് ചെറുതീന്നാണ് അങ്ങോട്ട് ഒരു വലുതിലേക്ക് തുടങ്ങാം. ഓക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ കാടക്കോഴി. മുട്ടയൊക്കെ കിടപ്പുണ്ടെന്ന്. മുട്ട നമ്മുടെ സ്റ്റാളിൽ സെയിലും എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കാടക്കോഴി. അതായത് 1000 കോഴിക്ക് അരക്കാട എന്നാ പറയുന്നത്. അപ്പൊ അത്രയും ഔഷധ ഗുണമുള്ളതാണ് കാട മുട്ടയ്ക്കും കാട കോഴിക്കും. നമ്മളിതിന്റെ വലിപ്പം കണ്ടിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. കുഞ്ഞു കോഴിയാണെങ്കിൽ അതിന്റെ ഇറച്ചിക്കും അതേപോലെ തന്നെ മുട്ടയ്ക്കും ഒക്കെ ഔഷധ ഗുണം ഒരുപാട് കൂടുതലാണ്. ഒരു പുൾസ് ഉണ്ടാക്കണമെങ്കിൽ അതാണ്. പക്ഷെ എത്ര വില? എത്രയാ? 3.5 റേറ്റ്. ഇത് അടുത്ത് ഗിനിപ്പന്നിയാണ്. പന്നിന്ന് പറഞ്ഞാൽ വലിയ പന്നിയൊന്നും. അതെ, നമ്മള് ഒരു മുയലാണോ എലിയാണോ എലി, അങ്ങനെ ഒരു സാധനം. അതായത് നമ്മുടെ ഈ ലാബ് പർപ്പസിനൊക്കെ, അതായത് ശരിക്കും നമ്മള് സയന്റിസ്റ്റുകളൊക്കെ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് ഓരോ മരുന്നുകൾ പരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഗിനിപ്പന്നി. അപ്പൊ അതൊന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ട, ഇതാണ് നമ്മുടെ ഗിനിപ്പന്നി. ഏതാണ്ട് ഒരു മുയലിന്റെ ആകൃതിയാണ്. ചുണ്ടൊക്കെ കാണുമ്പോ എലിയുടെ പോലെ തോന്നും. ഭീകരൻ. രാഹുൽ പ്രത്യേകം പറയണം കേട്ടോ, രാഹുൽ ഭയങ്കര ഒരു മൃഗസ്നേഹിയാണ്. ആള് പഠിച്ചതും അഗ്രികൾച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളാണ്, PG എടുത്തതും ഒക്കെ. അപ്പൊ ഇതിനോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, മൃഗങ്ങളോടൊക്കെ. അടുത്തത് നമ്മുടെ നാടൻ കോഴിയാണ്. അതായത് ഇത് BV380 കോഴികളാണ്. ചിലരൊക്കെ വന്ന് ചോദിക്കുന്നത് 380 എന്ന് അതിന്റെ വിലയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ BV380 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴമ വീട്ടിലുള്ള പോലെ പക്ക നാടൻ കോഴികളല്ല. അതായത് മുട്ട പർപ്പസിന് വേണ്ടി വളർത്തുന്ന കോഴികളാണ്. അതായത് അതിന്റെ ഒരു ലൈഫ് സ്പാനിൽ
300 മുട്ടകൾക്ക് മുകളിൽ വരെ അത് നമുക്ക് നൽകും. നാടൻ കോഴിയാണെങ്കിൽ അത്ര ഇല്ല. ഇതായത് ഡെയിലി നമുക്ക് മുട്ട കിട്ടും. അതായത് അതിന്റെ ഒരു ജീവിതകാലം ഒരു 300 മുതൽ 350 മുട്ട വരെ അത് തരും. ആ ഒരു പീരീഡ് കഴിയുമ്പോൾ അതിന്റെ ആയുസ് തീരും. അതാണ് അതിന്റെ ഒരു രീതി. ഇതിനകത്ത് ആ കിടക്കുന്നത് കറുത്ത കോഴി കിടക്കുന്നത് നാടൻ കോഴി തന്നെ, ഈ BV380 എന്ന് പറഞ്ഞ കോഴി തന്നെ. അതെ അതെ, അത് BV380 അല്ല, അത് നാടനാണ്. നമ്മൾ ആ കൂടെ ഇട്ടേക്കണമെന്നുള്ളൂ. അത് നാടൻ നമ്മുടെ നാട്ടിലൊക്കെ ഈ കളറുള്ളതൊക്കെയാണ് BV380. ഈ വൈറ്റ് ബ്രൗൺ ഒക്കെ വരും. ഇത് തന്നെയാണ് മുട്ടയൊക്കെ എല്ലാം ഈ ബോക്സിൽ തന്നെ പിള്ളേർ അനുസരണ പഠിപ്പിച്ചാണ് രാഹുൽ വളർത്തുന്നത്. ഇത് അറക്കപ്പൊടിയാണോ? തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി അറക്കപ്പൊടിയാണ് ഇടുന്നത്. ഇതാണ് നമ്മുടെ കരിങ്കോഴി. ഈ കരിങ്കോഴിക്ക് പ്രത്യേകത ഉണ്ടല്ലോ. അതായത് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂ മുതൽ അതിന്റെ ഇറച്ചി വരെ എല്ലാം തന്നെ നോർമലി മുട്ടയായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പാടാണ്. മുട്ട അതിനെ ഉപേക്ഷിച്ച് കുറവാണ്. ഇത് ഭയങ്കര റേറ്റ് ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ 30 രൂപയ്ക്ക് റേറ്റ്. എനിക്ക് തോന്നുന്നു 30 രൂപ 50 രൂപയൊക്കെ ചിലര് നമ്മുടെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ പറയാറുണ്ട്. അവിടെയൊക്കെ 50 രൂപയൊക്കെയാണ് റേറ്റ്. പല സ്ഥലത്തും പല റേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതിന്റെ ഇറച്ചിക്കും പ്രത്യേകത ഉണ്ട് കേട്ടോ. കൊളസ്ട്രോൾ കുറവാണ്, അതേപോലെ ഔഷധ ഗുണം കൂടുതലാണ് ഈ കരിങ്കോഴിയുടെ ഇറച്ചിക്ക്. നാടൻ കോഴിയുടെ ടേസ്റ്റും കിട്ടും. അതാണ് നല്ല എല്ലാം കറുപ്പാണ്, ഫുള്ള് കറുപ്പ്, നല്ല ഭംഗിയാ. അടുത്തത് നമ്മുടെ ടർക്കി കോഴി അല്ലേ? ഇത് നമ്മുടെ ഇന്ത്യയിലുള്ളതാണോടാ? ഇന്ത്യയല്ല. അല്ല അല്ലേ, വേറെ രാജ്യമാണ്. ഈ ടർക്കി കോഴിയുടെ പ്രത്യേകതയുണ്ടല്ലോ, ഇതിന് ഈ പൂവൻ കോഴിക്ക് ഭയങ്കര തൂക്കം, വെയിറ്റ് വെക്കും അല്ലേ? അതായത് മയില് പോലെ മെയിലിനാ ഭംഗി. ചെറുതായിട്ട് അതിന്റെ ഫെദർ ഒന്ന് വിരിക്കും. അത് വിരിക്കുന്നുണ്ട് ഇടയ്ക്ക്. മയിൽ ഇങ്ങനെ വിരിക്കുന്ന മാതിരി ഇതിങ്ങനെ വിരിക്കും. അതേപോലെ തന്നെ ഈ തൊണ്ടയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ തൂങ്ങി കിടക്കുന്നുണ്ടോ, മാംസളമായ ഭാഗം ഇങ്ങനെ തൂങ്ങി കിടക്കും. ഇത് കാട്ട് ടർക്കി ആണെങ്കിലും നന്നായിട്ട് പറക്കൂന്നല്ലേ പറയുന്നത്. ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട്. പക്ഷെ എത്ര ഉയരങ്ങളിൽ ഇതിന് ഇരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ടർക്കി കോഴിക്ക്. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ മാംസത്തിനാണെങ്കിലും ഇറച്ചിക്ക് പ്രോട്ടീൻ കൂടുതലാണെന്നാണ് പറയുന്നത്, രുചിയും കൂടുതലാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയാണ് തോന്നുന്നത്, പുറത്തൊക്കെയാണ് ക്രിസ്മസ് അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഇത് ഞാനിങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഈ ടർക്കി കോഴികൾക്ക് കേൾവി ശക്തിയും കാഴ്ച ശക്തിയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെ അതിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിങ്ങനെ ഈ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് അത് അവര് നമ്മൾ സംസാരിക്കുന്ന പോലെ ആശയവിനിമയം ചെയ്യുന്നത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ്. ഇതൊരു 10-18 കിലോ വരെയൊക്കെ തൂക്കം വയ്ക്കും. ഇതിന്റെ മേലിലുണ്ടാവും. പെണ്ണാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 5-5.5 കിലോ വരെയൊക്കെ വെയിറ്റ് ഉണ്ടാവും അല്ലേ? ഇതിന്റെ മുട്ട നമ്മൾ ഇവിടെ എടുക്കാറില്ലേ? നമ്മൾ ഇതിന്റെ മുട്ടയും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ നോർമലി മുട്ട ഒരു പുള്ളിയുണ്ട്, പെട്ടെന്ന് തിരിച്ചറിയാം. അതായത് വൈറ്റേല് ഒരു പ്രത്യേക റെഡിഷ് പുള്ളിയുണ്ട്. ഭയങ്കര ഭംഗിയാണ് മുട്ട കാണാൻ. മയിലിന്റെ മുട്ടയൊക്കെ പോലെ അപ്പൊ അത് നമുക്ക് തിരിച്ചറിയാനും എളുപ്പമാണ്. പക്ഷെ നമുക്ക് നോർമലി നമ്മൾ മുട്ട കഴിക്കുന്ന താറാമുട്ടയുടെ മേലുള്ള വലിപ്പമുണ്ട്. നമ്മൾ ഇവിടെ എടുക്കാറില്ല. ഉണ്ട്, ഇപ്പൊ കുറച്ച് ദിവസമായി. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കിട്ടിയായിരുന്നു. ഒരു ഫീമെയിൽ ഒരെണ്ണം ഫീമെയിൽ. അടുത്തത് നമ്മുടെ ഗ്രാമശ്രീ ആട്ടോ. ഗ്രാമശ്രീ മുട്ടക്കോഴികളാണ്. അത് BV380 പോലെ മറ്റൊരു ഇനമാണ്. അപ്പൊ ഇതെങ്ങനെ മുട്ട അതായത് BV380 പോലെ കണ്ടിന്യൂസ് മുട്ട ഇടില്ല, ഇടയ്ക്ക് ഒരു പീരീഡിൽ നിർത്തും, എന്നിട്ട് വീണ്ടും തുടങ്ങും. പക്ഷെ BV380 അത്ര മുട്ട പ്രൊഡക്ഷൻ ഇല്ല. ഒരു 300 താഴെയൊക്കെയാണ് അതിന്റെ ഒരു ലൈഫ് സ്പാനിൽ മുട്ട എടുത്തത്. ഈ ഗ്രാമശ്രീയൊക്കെ നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ തന്നെ കണ്ടുപിടിച്ച ഇനങ്ങളാണ് ഗ്രാമശ്രീ. അതെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇൻക്യുബേറ്റർ ഉണ്ട്. അതിനകത്ത് നമ്മള് പൂവൻ കൊത്തിയ മുട്ട, താറാമുട്ട, കോഴിമുട്ട, വേറെ പല ഇനം സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വെച്ച് വിരിയിച്ചെടുക്കാറുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഗ്രാമശ്രീയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ BV380 എല്ലാം തന്നെ ഒരു കളറായിരിക്കും, ബ്രൗണും വൈറ്റും ആണുള്ളൂ. ഇതിൽ ബ്ലാക്ക്, അതായത് പഴയ നാടൻ കോഴികളുടെ പല കളറുണ്ട്. വൈറ്റ്, ബ്ലാക്ക് ആയിരിക്കും. ഗ്രാമശ്രീ ഉണ്ട്. പിന്നെ വേറെ ഗ്രാമപ്രിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ. കാരണം ഇത് കണ്ട നമ്മുടെ പണ്ടത്തെ ലുക്കാ തോന്നുന്നത്. പ്രോപ്പർലി മുട്ടക്കോഴിയുടെ പർപ്പസിനുള്ള മുട്ടകളാണ്, കോഴികളാണ്. പേത്തയാട്ടോ, പേത്ത അഥവാ മണിത്താറാവ് എന്നൊക്കെ പറയും. പേത്തയും വാത്തയും രണ്ടും രണ്ടല്ലേ? അതെ. പേത്തയ്ക്ക് വാത്തയുടെ അത്ര സൈസ് ഇല്ല. മണിത്താറാവ് ഇത് ശരിക്കും നമ്മൾ വളർത്തുന്നത് ഈ ഇറച്ചി പർപ്പസിനാണോ? മുട്ടയുണ്ട്, താറാമുട്ടയുടെ അതേ ഗുണം ചെയ്യും. ഇതിൽ ചെറുതുങ്ങളൊക്കെ നമ്മളിവിടെ വിരിച്ചെടുത്ത കുഞ്ഞുങ്ങളാണ് ആണല്ലേ? ഈ കുഞ്ഞുങ്ങളൊക്കെ അതെ. നല്ല വൈറ്റിൽ നിൽക്കുന്ന സൈസുള്ളതാണ് അതിന്റെ
അമ്മ അപ്പൻ. ഇതിന്റെ ആണിനാണ് കേട്ടോ ഭംഗി കൂടുതല്. ഇത് കണ്ടോ, പൂവനാണ് ഭംഗി കൂടുതൽ. നല്ല രസമാണ്. നമ്മള് ടർക്കി പറഞ്ഞ പോലെ തന്നെ മെയിലാണ് ഭംഗി. റെഡ് ബ്ലാക്ക് ഒക്കെ കൂടെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. സൈസ് മനുഷ്യനെല്ലാം അങ്ങനെയാണല്ലോ, മെയിലാണ് ഭംഗി കൂടുതൽ. ഞാൻ പറഞ്ഞു പെണ്ണുങ്ങൾ അത്ര ഭംഗിയില്ലെന്നാണോ? എന്നല്ല, പക്ഷെ ആണുങ്ങൾക്കാണ് ഒരു പടി ഭംഗി കൂടുതൽ. അത് ചുമ്മാ പറയുന്ന. അല്ല, ഞാൻ പറയൂ അങ്ങനെ. ചുമ്മാ പറയുന്ന. നിങ്ങൾ അങ്ങനെ പറ. അപ്പൊ അടുത്തത് പേത്ത കഴിഞ്ഞു, വാത്തയാ. ഈ വാത്തയുടെ ലുക്ക് കണ്ടായിട്ടല്ലോ, ഒരു അരയന്നത്തിന്റെ ഒക്കെ ഒരു ലുക്ക് പറയും. നല്ല സൈസും ഉണ്ട് കേട്ടോ, വെയിറ്റും ഉണ്ട്. ഇതിന് മുട്ട നല്ല വലിപ്പമുള്ള മുട്ടയാണ്. വലിപ്പമുള്ള മുട്ടയല്ലേ? ഇത് നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് പോണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അതിന് കളിക്കാനും അർമാദിക്കാനൊക്കെ ആയിട്ടുള്ള ഏരിയ നമ്മള്. അതിനാണ് 2 താറാവിനെ അതിനകത്ത് കൊണ്ടിട്ടേക്കുന്നത്. അത് പിന്നെ പെൻഷൻ പറ്റിയല്ലോ, ഇങ്ങോട്ട് ഇട്ടേക്കണേ. കുറച്ച് ഏജ് ആയിട്ടുള്ള ആണോ? അതും അതുപോലെ തന്നെ കേട്ടോ, നല്ല ഭംഗിയാണ്. നമ്മളൊരു അരയന്നത്തിന്റെ ഒക്കെ ആ ഒരു രസമാണ്. ഇതിന് മുട്ട അതുപോലെ തന്നെയല്ലേ നല്ല സൈസുള്ള മുട്ട, നല്ല വലിയ മുട്ട. താറാമുട്ടയൊക്കെ വലിയ മുട്ട. പക്ഷെ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് വാത്ത ഉണ്ടായിരുന്നേ. വാത്തയല്ല, ഇത് തന്നെ നമ്മളെ പുറകെ ഓടി വന്ന് കൊത്തും പിള്ളേരെയൊക്കെ. അക്രമകാരികളൊന്നും അല്ലല്ലേ? ആ പിള്ളേരെ ഓടിച്ചിട്ട് കൊഞ്ചിച്ച് വളർത്തുന്ന പിള്ളേരാണ്. അവൻ കൊഞ്ചിച്ച് വളർന്നു മക്കളെ പോലെ വളർത്തുന്ന. അങ്ങനെയല്ല. നമുക്ക് അടുത്ത് വേണം. ഓക്കെ, താറാവാണ്, കുട്ടനാടൻ താറാവ്. ഇത് കണ്ടോ, ചെറിയൊരു കുട്ടനാട് തന്നെ ഒരുക്കി. അത് ഒരു കുട്ടനാട് ഒരുക്കി അതിനകത്ത് നമ്മള് പോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് നീന്താനും കളിക്കാനും ഒക്കെ ഉല്ലസിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒറിജിനൽ കുട്ടനാടൻ താറാവാണ്. നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന താറാവുകളാണ് ഇതൊക്കെ. ഇവിടുന്ന് മുട്ട എടുക്കാറില്ലേടാ? ഉണ്ടോ, രാവിലെ അല്ലേ മുട്ട എടുക്കണം, രാവിലെ എടുക്കും അല്ലേ? ഇത് വലിയ പ്രായമില്ലാത്ത, ഇല്ല, ചെറിയ കുഞ്ഞുങ്ങളാണ്. വലിയ പ്രായം 6 മാസമൊക്കെ പ്രായമുള്ള കുട്ടനാടൻ താറാവുകളാണ്. നമുക്ക് എന്തായാലും അടുത്ത ഏരിയയിലേക്ക് പോകാം. പിന്നെ ഈ നമ്മുടെ വീട്ടിലേക്കണ ബ്രോയിലർ കോഴി ഉണ്ട്. നമുക്ക് ബ്രോയിലർ കോഴി അത്യാവശ്യം. ഈ സാധനം നീ കഴിച്ചിട്ടുണ്ടോ? അനീഷേട്ടാ കഴിച്ചിട്ടുണ്ടോ? അനീഷേട്ടാ കൊട്ടങ്ങ നല്ല സൂപ്പറാണ്. എന്നിട്ട് ഒരു പച്ച കളറിൽ തന്നെ കൊലകൊലയായിട്ടുണ്ടാകണം. അത് പഴുത്ത് കഴിയുമ്പോൾ ഒരു കറുത്ത കളർ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട്, കുന്നുമ്പർ ദേവി ക്ഷേത്രമാണ്, കുന്നുമേക്കാവുന്നുണ്ട്. അപ്പൊ നീ പോയിട്ടില്ലേ അവിടെ? അവിടെ ഒക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കയറുന്ന അമ്പലത്തിന് അങ്ങോട്ടേക്ക് കയറുന്നതിന്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ കൊട്ടങ്ങ ചെടി ഉണ്ടാവും. അതേന്നൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് അത് പച്ചയ്ക്ക് തിന്നുമ്പോൾ ഒരു പുളിപ്പും ഇതൊക്കെയാണ്. പഴുത്ത് കഴിയുമ്പോഴത്തേന് കറുപ്പ് കളറാ, നല്ല മധുര. അതിങ്ങനെ ചവച്ചിട്ട് അതിന് നാരുണ്ട്, അതൊക്കെ തുപ്പിക്കളയും. അതിങ്ങനെ സ്ഥിരം പരിപാടിയായിരുന്നു ഈ കൊട്ടങ്ങ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. 80s ആണല്ലേ? 80s ആണ്. ഞാൻ 2K ആയിട്ട് കൊട്ടങ്ങ ഒന്നും അറിയാൻ വഴിയില്ല. അപ്പൊ ഞങ്ങൾ തന്നെ ബെറ്റർ. ഞങ്ങള് 80s പഠിച്ചു, 90s കണ്ടു, 2K കണ്ടു. അപ്പൊ ഞങ്ങളല്ലേ ബെറ്റർ. അതാണ്. അപ്പൊ നമ്മള് ബ്രോയിലർ, അതായത് ഇവിടുത്തെ റെസ്റ്റോറന്റ് പർപ്പസിനുള്ള അത്യാവശ്യം മീറ്റ് പർപ്പസിനുള്ള ബ്രോയിലർ എല്ലാം നമ്മൾ റെസ്റ്റോറന്റിലേക്ക് ആവശ്യമായ മീറ്റ്, ചിക്കൻ സാധനങ്ങൾ മൊത്തം കൊടുക്കുന്നത് നമ്മൾ ഇവിടുന്നാണ്. റെസ്റ്റോറന്റിലേക്കുള്ളത് കട്ട് ചെയ്ത് ഉൽപാദനം ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഡെയിലി ആവശ്യമുള്ള ചിക്കൻ അങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് ഇവിടുന്ന് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഡോഗ്സ് അത്യാവശ്യം പല വെറൈറ്റി ഡോബർമാൻ ഉണ്ട്, ലാബ് ഉണ്ട്, ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, പോമറേൻ ഉണ്ട്, നാടനുണ്ട്, എല്ലാ ക്രോസ് ബ്രീഡുകൾ, അങ്ങനെ പല ബ്രീഡുകളും. വെള്ള കൂടെയുള്ള അത് പോമറേൻ അല്ലേ? പിന്നെയുള്ള നമുക്ക് പ്രാവാണ് കേട്ടോ. വെള്ള കളറുണ്ട്, ചാര കളറുണ്ട്, ബ്രൗൺ കളറുണ്ട്, പിന്നെ ആഷ് കളറുണ്ട്. ബ്രൗൺ ഒക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ഈ തലയിലൊക്കെ തൊപ്പി പോലെ ഇതൊക്കെ ഉള്ളത്. അതൊക്കെ ഒരുപാട് അങ്ങനെ കണ്ടിട്ടില്ല. പല കളർ, പല വെറൈറ്റി പ്രാവുകൾ നമുക്കുണ്ട്. പിന്നെ നമ്മുടെ ഗിനിക്കോഴി ഉണ്ട് കേട്ടോ. ഗിനിക്കോഴി കാണാൻ നല്ല രസമല്ലേ, നല്ല ഭംഗിയാണ്. പൂവനെ കാണാനാ ഭംഗിയല്ലേ? എല്ലാത്തിനും പൂവനെ കാണാനാണ് ഭംഗി. മൃഗങ്ങളല്ലേ, മനുഷ്യരല്ല. ഇന്നത്തെ നല്ല ക്യൂട്ടായിട്ട് മുയൽ കിടക്കുന്നുണ്ടോ, നല്ല രസാ. മുയൽ കുഞ്ഞുങ്ങൾ. ഇത് കടിക്കോടാ? നമ്മളെ പണ്ടൊക്കെ മുയലിനെ ചെവിയിലല്ലേ പിടിക്കും, ഇങ്ങനെ പിടിച്ചെടുക്കണം അല്ലേ? പിന്നെ അതുപോലെ തന്നെ മുയലിനെ വളർത്താനായിട്ട് ഇതിന് പെട്ടെന്ന് ഫംഗസ് ബാധയൊക്കെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്. മുയലിനെ നമ്മൾ അതിന്റെ കാഷ്ടമൊക്കെ അവിടെ കിടന്നാലും അതേപോലെ പെട്ടെന്ന് അസുഖം ബാധിക്കുന്നതായി മുയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് അത് അസുഖം വന്ന് ചത്തുപോകും. നല്ല ക്യൂട്ടാണ്. അതിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ചെവിയൊക്കെ വെച്ചിട്ടിരിക്കുന്നത് കാണാനായിട്ട്. അതിന്റെ ആ കണ്ണും ദേ റെഡ് കണ്ണ്, ചുവന്ന കണ്ണൊക്കെ ആയിട്ടുള്ളത്, കറുത്ത കണ്ണും. ഒരെണ്ണം കൊടുത്തിട്ട് അവിടെ പിടിവലിയ.
ഇത് നമ്മുടെ ആട്ടുംകുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇടി കൂടുന്നോ. ഇതാണ് നമ്മുടെ പാത്തുമ്മയുടെ ആട് അല്ലെ, രാഹുലിന്റെ ആട്ടുംകുഞ്ഞുങ്ങൾ. ഇത് മലബാർ ബീറ്റൽ ക്രോസ് ഇനം. രണ്ട് മെയിലും രണ്ട് ഫീമെയിലും. ഈ ഇല ചെവിയൊക്കെ ഇങ്ങനെ. അത് ജമുനാപാരി അല്ല, ജമുനാപാരിക്കാണ് ഭയങ്കര നീളമല്ലേ. ഇത് നമ്മുടെ പാത്തുമ്മയുടെ ആടാണ്. അപ്പൊ അടുത്തത് എമു ആണ്. എമുവിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? നമ്മുടെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി അല്ലേ. ഒട്ടകപ്പക്ഷിയാണ് ഏറ്റവും വലുത്, അതിന് താഴെ വരുന്നതാണിത്. ഒരു ചവിട്ടൊക്കെ ചവിട്ടി കിട്ടി കഴിഞ്ഞാൽ തീർന്നു. അതെ, അതിന്റെ കാലിന്റെ ഒക്കെ ബലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും അതിന്റെ അടുത്ത് പോയി നിൽക്കാനായിട്ട്. നമ്മുടെ ഹൈറ്റ് കാണും. അതിന്റെ ചുണ്ടൊക്കെ കണ്ടോ, എന്ത് ബലമാണെന്നറിയോ? ചുണ്ട് കാണുമ്പോ തന്നെ അറിയാം. ഒരു കൊത്ത് കിട്ടിയാൽ നമ്മൾ തീർന്നു. അതുകൊണ്ടുണ്ടല്ലോ ഇതിന് ഒരു പാത്രത്തിൽ പോലും ഇവിടെ വെള്ളം കൊടുക്കാൻ പറ്റില്ല. അത് ആ കാലുകൊണ്ട് തട്ടിക്കളയും. അതുകൊണ്ട് കൊടുത്തേക്കുന്നുണ്ട് നമ്മുടെ പഴയ ആട്ടുകല്ലില്ലേ, ആട്ടുകല്ലിൽ നിറയെ വെള്ളം ഒഴിച്ച് വെച്ചേക്കാണ്. കൂളിങ്ങും കിട്ടും. അതിനാണ് ഇതുങ്ങൾക്ക് വെള്ളം കുടിക്കുന്നത്. ഒരു വർഷത്തില് എത്ര മുട്ട ഇടുവായിരുന്നു? ഒരു 15 മുട്ട ഒക്കെയാണ് ഒരു വർഷം. ഇത് ഭയങ്കര വിലയാണല്ലോ. എത്രയാ മറ്റേ 500-1000 ഒക്കെയാണ് വിലയാണെന്ന്. മുട്ട തന്നെയാ നമ്മളവിടെ വെച്ചിട്ടുണ്ട് മുട്ട. ആ മുട്ട കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഈ പിള്ളേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് താഴെ വീണ് പൊട്ടും. അത് കാരണമാണ് നമ്മളത് കട്ട് ചെയ്ത് എന്താണ് ലോക്ക് ചെയ്ത് വെച്ചേക്ക ആ മുട്ട. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ എമുവിന്റെ മുട്ടയുടെ ഷെല്ലുണ്ടല്ലോ എടുത്തിട്ട് ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. കാരണം അത്രയും കട്ട് ചെയ്ത് ഒരു പച്ച കളറാണ്, നല്ല ഭംഗിയാണ്. അതിനുള്ളിലുള്ള ആ ഒരു ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നോർമലി മുട്ട കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാനും പറ്റുന്നതാണ്. കൊളസ്ട്രോൾ ഫ്രീ ആണ്. ഇത് കണ്ടിട്ടുണ്ടോടാ? ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ. ഇങ്ങനെ നഖം ഉണ്ടാക്കണ ചെയ്തിട്ടില്ല. ഇപ്പൊ പണ്ടത്തെ ഇപ്പോഴത്തെ പറഞ്ഞാൽ പുതിയ നഖങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വയ്ക്കാൻ മേടിക്കാൻ കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ പണ്ട് കാലത്ത് നഖം വളർത്താൻ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ മെമ്മറീസ്. അതെ, ഞാനിപ്പോ ആ പൂവോടെ വീണ് കിടക്കണ കണ്ടപ്പോഴത്തേക്കും യക്ഷിനഖം. ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരം കലാപരിപാടികളായിരുന്നു. ഇതൊക്കെ രസമല്ലേ. ഇനി വരുന്നത് നമ്മുടെ പശു ഫാമാണ്. പശുവിന്റെ കുറച്ച് വെറൈറ്റി ഉണ്ട്. അപ്പൊ അതിന് കൂടുതൽ കാര്യങ്ങൾ ഇതിനെയൊക്കെ നോക്കുന്നത് രാഹുലായതുകൊണ്ട് അവനാണ് കൂടുതൽ ഏതൊക്കെ ഇനങ്ങളാണെന്ന് അറിയാൻ പറ്റത്തുള്ളത്. ഇത് നമ്മുടെ നാടൻ ഇനങ്ങളാ അല്ലേ? വെച്ചൂര്. അതായത് നമുക്ക് ഒരുമാതിരി കേരളത്തിലുള്ള എല്ലാം തന്നെ ബ്രീഡുകൾ നമുക്കുണ്ട്. വെച്ചൂരുണ്ട്, കാസർഗോഡ് കുളനുണ്ട്, ജേഴ്സി ഉണ്ട്, HF ഉണ്ട്. അതായത് ഇവിടത്തെ കാര്യങ്ങൾക്കുള്ള പാല് നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ ചായക്കടയിലേക്കും റെസ്റ്റോറന്റിലേക്കും ഒക്കെയുള്ള പാൽ ഇവിടെ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത്. പിന്നെ വെച്ചൂർ പശുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെച്ചൂർ പശുവിന്റെ പാലിന് ഔഷധ ഗുണം കൂടുതലാണ്. ഏറ്റവും കുറവ് പാലായിരിക്കും നമുക്ക് കിട്ടുന്നത്. 1 ലിറ്റർ മാക്സിമം കിട്ടുന്നത് നമുക്ക് നല്ലൊരു വെച്ചൂർ പശു കിട്ടുന്ന 1 ലിറ്റർ പാലായിരിക്കും. പക്ഷെ അത് നമ്മൾ ആയുർവേദത്തിലും മരുന്നിനും ഒക്കെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. നെയ്യാണ്. അപ്പൊ നമ്മുടെ ഇവിടെ പല ഗസ്റ്റുകളും വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ് വെച്ചൂർ പശുവിന്റെ പാല് കൊടുക്കാനുണ്ടോ. നല്ല രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ വലിയ പശു. ഇത് നമ്മുടെ വണ്ടിക്കാളയാണ് കേട്ടോ. പണ്ട് കാലത്ത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ മറ്റേ വണ്ടി കാളവണ്ടിക്കൊക്കെ എടുക്കുന്ന വണ്ടിക്കാളയാണ് ഇത്. രാഹുലിനെ കാണുമ്പോ തന്നെ വയലന്റ് ആവുന്നു, റെഡ് ആയോണ്ട്. ഇതൊക്കെ HF പശുക്കളാട്ടോ. ഇതൊക്കെ HF ആണ്. ഇതൊക്കെ പാവങ്ങളാന്ന് തോന്നുന്നു. ഇതിന്റെ കുഞ്ഞാണല്ലേ? ഇതിന്റെ കുഞ്ഞാ. ഞങ്ങളുടെ മണിക്കുട്ടിയാ. പെണ്ണ് പശുവാണോ? പെണ്ണാണോ? പെണ്ണ. ഇതൊക്കെ HF ആണ്. 4 HF. ഇതെല്ലാം HF ഉള്ളതാണ്. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ജേഴ്സി അമ്മയാവുമ്പോണാണ് കടിഞ്ഞൂല. നിങ്ങളെ രണ്ടുപേരെ കുത്തി വെച്ചേക്കണാണ് നമ്മുടെ പശു ഫാം. അപ്പൊ നമ്മൾ ഫാമിലെ വിശേഷങ്ങളാണ് ഇത്രയും സമയം പങ്കുവെച്ചത് കേട്ടോ. അപ്പൊ ആ ഫാമിനോടൊപ്പം തന്നെ നമ്മൾ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോട്ടേജും കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അതെ നോക്ക്, ഫാം കോട്ടേജ് എന്നാണ് നമ്മളെ കോട്ടേജിന് പേര് കൊടുത്തേക്കുന്നത്. അപ്പൊ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതിനെ പെറ്റ്സ് ആയിട്ട് വളർത്തുന്നവർക്കും ഒക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണ സമയത്ത് ആ പെറ്റ്സിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ കോട്ടേജിൽ താമസിപ്പിക്കാനുള്ള കേജും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോട്ടേജ് ആണ് കേട്ടോ നമ്മുടെ ഈ ഫാം കോട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ഒരു കോട്ടേജും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നത്. അപ്പൊ എങ്ങനെയാണ് രാഹുലെ നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം? വിശാലമായ ഫാം. അതെ, നമ്മൾ നമ്മുടേതായ ഈ ഒരു മാംഗോ മെഡോസിനുള്ളിൽ നടക്കുന്ന ആ ഒരു ഫാമിലെ വിശേഷങ്ങൾ
രാഹുലാണ് ഇത് ഫുള്ളായിട്ട് നോക്കുന്നതും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. നമ്മുടെ ഫാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചില ഫാമുകളിൽ ചിലപ്പോൾ പശുവെങ്കിൽ പശു, കോഴിയെങ്കിൽ കോഴി അങ്ങനെ. നമ്മുടെ ഈ ചെറിയ ഏരിയയിൽ തന്നെ ഒരുമാതിരി എല്ലാ മൃഗങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഫാമാണ്. നമ്മൾ ചെടികൾ മാത്രമല്ല, ചെടികളും മരങ്ങളും അതോടൊപ്പം തന്നെ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം ഒരുമിച്ച് സംഘടിപ്പിച്ചിട്ടാണ് വീട്ടിൽ വളർത്താവുന്ന ഒരുമാതിരി എല്ലാ മൃഗങ്ങളും തന്നെ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.